നമസ്കാരം. കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ ലൈംഗിക പീഡനവും നിർബന്ധിത ഗർഭഛിദ്രവും നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ കേസ് നേരിടുന്ന പ്രതി മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് കോൺഗ്രസ് മുഖപത്രവും. ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിന് പൂർണ്ണ പിന്തുണയാണ് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കിയത്. മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിരുന്നു. പാർട്ടി സസ്പെൻഡ് ചെയ്ത വ്യക്തിയാണ് രാഹുൽ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനടക്കം മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് വീക്ഷണം എഡിറ്റോറിയൽ. ഇതോടെ കോൺഗ്രസിലും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുണ്ടെന്ന് വ്യക്തം. സതീശിന്റെ അടുത്ത പ്രതികരണം ഇനി നിർണായകമാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നാണ് പത്രത്തിന്റെ ന്യായീകരണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെയും BJP-യെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു രാഹുൽ ചെയ്ത കുറ്റം. രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് ഭീതി പടർത്തിയിരിക്കുകയാണ്. അപവാദങ്ങളിൽ പതരാതെയും വ്യക്തിഹത്യകളിൽ തളരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് വീക്ഷണം എഴുതി. മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടി വേണ്ടെന്നാണ് നേതൃതലത്തിലെ തീരുമാനം. MLA സ്ഥാനം രാജിവെക്കാനും ആവശ്യപ്പെടില്ല. ഇതെല്ലാം CPM ചർച്ചയാക്കുമ്പോഴാണ് വീക്ഷണം ഈ തരത്തിൽ എഡിറ്റോറിയൽ എഴുതുന്നത്. ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്ന ന്യായീകരണമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെയാണ് വീക്ഷണം മുഖപ്രസംഗം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നാണ് കോൺഗ്രസ് മുഖപത്രത്തിൽ പറയുന്നത്. കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന CPM കോൺഗ്രസിന്റെ കുപ്പായത്തിൽ തെറിച്ച ചാണകത്തുള്ളി കണ്ട് മൂക്കുപൊത്തുന്നത് പോലെ കോൺഗ്രസിനെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുകയാണെന്ന് വീക്ഷണം വിമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM എതിരാളികൾക്കെതിരെ കൊണ്ടുവരുന്നതാണ് വ്യാജ ലൈംഗിക ആരോപണങ്ങളെന്നാണ് മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നത്. 1996 സൂര്യനെല്ലി പീഡന കേസ് കോൺഗ്രസ് നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള CPM ഗൂഢാലോചനയായിരുന്നുവെന്നും 2006 2011 ഐസ്ക്രീം പാർലർ കേസിൽ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവിനെ അപവാദത്തിന്റെ ചുഴിയിലേക്ക് തള്ളിവിട്ട് പൊതുസമൂഹത്തിൽ തിരസ്കൃതനാക്കാൻ CPM ശ്രമിച്ചുവെന്നും വീക്ഷണം ആരോപിക്കുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ജനകീയനായ മുഖ്യമന്ത്രിയെ കുറ്റാരോപിതനാക്കാൻ CPM-ഉം ഒരു വിഭാഗം മാധ്യമങ്ങളും നുണക്കഥകൾ മെനഞ്ഞ് അദ്ദേഹത്തെയും കുടുംബത്തെയും വേട്ടയാടിയെന്നും ആ വിഷയത്തിലെ ഇര കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ തടവ് അനുഭവിക്കുമ്പോൾ കുഞ്ഞിന് ജന്മം നൽകിയ വിശ്വാസ്യതയില്ലാത്ത സ്ത്രീയായിരുന്നുവെന്നുമാണ് മുഖപ്രസംഗത്തിലെ വാദം. ആ ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേറ്റത്തെ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെയും BJP-യെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു രാഹുൽ ചെയ്ത കുറ്റം. ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് CPM ഭീതിയോടെ കാണുന്നു. രാഷ്ട്രീയ സർഗാത്മകതയും പ്രജ്ഞാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അത് CPM-നെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നു. നവംബർ 27 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടായിരുന്നു പരാതി കൈമാറിയത്. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതിന് പിന്നാലെ കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്തു. തുടർന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. യുവതിയുടെ ബലാത്സംഗ കേസിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയെന്നാണ് സൂചന. വെള്ളിയാഴ്ച രാവിലെ കുറച്ചു സമയം മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു. മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ ഫോണിലൂടെ അഭിഭാഷകനുമായി സംസാരിച്ചു. തുടർന്ന് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുകയായിരുന്നു. പാലക്കാട് ജില്ല വിട്ടാൽ അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് രാഹുലിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അതേസമയം രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമാണെന്നും വിവാഹബന്ധം നീണ്ടുനിന്നത് 1 മാസം മാത്രമാണെന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ആദ്യ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22 ക്ഷേത്രത്തിൽ വെച്ചാണ്. ഈ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് താമസിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞുവെന്നും യുവതി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൊടുത്ത മൊഴിയിൽ പറയുന്നു. രാഹുലിന്റെ ജാമ്യ ഹർജിയിലെ വാദങ്ങളെ പൊളിക്കുന്നതാണ് യുവതിയുടെ നിർണായക മൊഴി. രാഹുൽ സംസ്ഥാനം വിട്ടെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ പാലക്കാട് ജില്ലയിൽ തന്നെ MLA തുടരുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ട്.